ഇപ്രാവശ്യത്തെ ഹോളിഡേ ട്രിപ്പ് നമ്മുടെ സിഡ്നി ട്രിപ്പ് പോലെ അല്ല കേട്ടോ. ഏകദേശം 25 പേരോളം ഉള്ള ഒരു വൈബ് ട്രിപ്പ് ആയിരുന്നേ. നമ്മുടെ മെൽബണിന്റെ ക്ലോസ് സർക്കിളിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോളി ഹോളിഡേ. ഓഫീസിൽ നിന്ന് നേരത്തെ ചാടി കുളിച്ചൊരുങ്ങി വിടുന്നത് 2 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് എത്തിപ്പെടുന്ന ട്രഫൽഗർ എന്ന് പറയുന്ന സ്ഥലത്തെ ഡോട്ടി ഹൗസിലേക്കാകട്ടോ. ആസ് യൂഷ്വൽ എല്ലായിടത്തും ഏറ്റവും ലാസ്റ്റ് എത്തുന്ന ശീലം ഇവിടെ മുടക്കാഞ്ഞുകൊണ്ട് സന്ധ്യയായപ്പോഴാണ് എത്തിയത്. അത്യാവശ്യം നല്ല തണുപ്പുള്ളതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ നിൽക്കാണ്ട് നേരെ അങ്ങ് കയറി ചെന്ന് ഓരോ ചിയേഴ്സും അടിച്ച് ഒരു ലാമ്പ് ഗ്രില്ലും അകത്താക്കിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ അജീഷ് ഏട്ടന്റെ വക സ്പെഷ്യൽ ലൈവ് പൊറോട്ട അടി നടക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അങ്ങോട്ട് വരട്ടെ, നിക്ക് അയ്യോ, എന്നാ പിന്നെ അതും കൂടെ അടിക്കാമെന്ന് വെച്ച് പോയപ്പോഴാണ് ആസ് യൂഷ്വൽ ജെന്റിൽമാൻ അജീഷ് ഏട്ടൻ ലേഡീസ് ആൻഡ് കിഡ്സിന് സെർവ് ചെയ്തിട്ട് മാത്രമേ നമുക്കൊക്കെ തരൂ എന്ന് പറഞ്ഞതോടുകൂടെ കുറച്ച് പൊറോട്ട അടി വീഡിയോസ് ഒക്കെ എടുത്തു കൊടുത്ത് പറ്റിച്ച് മെൻസ് വെയിറ്റിംഗ് ലിസ്റ്റിലെ ആദ്യ പന്തിയിൽ തന്നെ ഞാൻ പൊറോട്ട അടിച്ചെടുത്തത്. കേരള പൊറോട്ട എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഷസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. കാരണം ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഈ കേരള പൊറോട്ട കഴിക്കാൻ കേരളം, അതായത് ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ വരും കഴിക്കാൻ വേണ്ടി. കാരണം അത്രയ്ക്കും മനോഹരമാണ്, അത്രയ്ക്കും ഡിലീഷ്യസ് ആണ്. പിള്ളേർക്കുള്ള ഒരുപാട് എന്റർടൈൻമെന്റ്സ് ഉള്ളതുകൊണ്ട് അവര് ഹാപ്പി ആയതുകൊണ്ട് നമ്മൾ ഡബിൾ ഹാപ്പി. ഏകദേശം 10 മുറികളും 20ഓളം ബെഡുകളുള്ള ഡോമെട്രിയും സോണയൊക്കെയുള്ള ഒരു പൊളി ബാത്റൂമും ഔട്ട്ഡോർ ജക്കൂസി, സ്പായും സ്വിമ്മിംഗ് പൂളും ഒക്കെയായി എല്ലാ എന്റർടൈൻമെന്റുകളുമായിട്ടുള്ള ഫിൽഡ് ആയിട്ടുള്ള ഒരു പൊളി ഹോളിഡേ ഹൗസ്. പാട്ടൊക്കെ കേട്ട് തണുത്ത ഡ്രിങ്ക്സും ഗ്രിൽഡ് ഫുഡും ഒക്കെ ആയിട്ട് ഒരു ചിൽ ഈവനിങ് ആയിരുന്നു കേട്ടോ. ഒരു സൈഡിൽ കുട്ടിപ്പട്ടാളത്തിന്റെ ബഹളമായിരുന്നെങ്കിൽ മറ്റൊരു ഭാഗത്ത് കസിൻസിന്റെ തമ്മിലുള്ള തർക്കവും ബഹളവും. അവസാനമായി ഒരു ഗെയിമും കൂടെ കളിച്ച് ആ ദിവസം അങ്ങ് നല്ല സമാധാനമായി കിടന്നുറങ്ങി കേട്ടോ. പിറ്റേന്ന് രാവിലെ ഹാങ് ഓവർ ഒന്നും ഇല്ലാതെ നല്ല ഉഷാറായി എണീറ്റ് പുറത്തേക്ക് അങ്ങ് ഇറങ്ങിയപ്പോഴല്ലേ റിയൽ ബ്യൂട്ടി. വിവീനെ വിളിച്ചോണ്ട് കുറച്ചു നേരം ടെന്നീസ് ഒക്കെ കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഇംഗ്ലീഷ് സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അതും കഴിച്ച് ഒരു റിലാക്സ് വാക്കിനായി അങ്ങ് പുറപ്പെട്ടു. നീണ്ട ഒരു സെമിത്തേരി അല്ലാതെ എക്സൈറ്റിംഗ് ആയ കാഴ്ചകളൊന്നും കാണാനില്ലായിരുന്നാലും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. ജോളി അടിച്ച് കുറെ വർത്താനവും തമാശയും ഒക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങ് ചില്ല് ചെയ്ത് പിള്ളേരുടെ പുറകെ അങ്ങ് നടക്കുമായിരുന്നേ. ഫോണും ടാബും ഒന്നും സ്ട്രിക്റ്റ് ആയി കൊടുക്കാഞ്ഞോണ്ട് പിള്ളേർ കംപ്ലീറ്റ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ടോട്ടലി എൻഗേജ് ആയിരുന്നു കേട്ടോ.
ബോൾ പോലെയുള്ള കുറെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നാലും നേരത്തെ അവയൊന്നും ബുക്ക് ചെയ്യാഞ്ഞോണ്ട് വേറെ ആരൊക്കെയോ കളിക്കുന്നത് കുറച്ചു നേരം കണ്ടു നിന്നിട്ട് നേരെ പോയി ഡ്രോൺ ഇറക്കി പറപ്പിച്ച് കളിക്കാന്ന് വെച്ചപ്പോഴായിരുന്നു നമ്മുടെ ഡ്രോൺ അങ്ങ് പറന്നുപോയത്. ആകെ സീനടിച്ച് കൺട്രോൾ നഷ്ടപ്പെട്ട ഡ്രോണിന്റെ പുറകെ ഞാനും ചിറ്റോ ചേട്ടനും ഏകദേശം 1/2 കിലോമീറ്ററോളം ഓടിയിട്ടായിരുന്നു അവസാനം അവനെ ഒരു സായിപ്പിന്റെ വീടിന്റെ പറമ്പിലേക്ക് അങ്ങ് ഇറക്കിയത്. ഓപ്പോസിറ്റ് വീട്ടിലെ മച്ചാമെന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് സായിപ്പിന്റെ പ്രോപ്പർട്ടി ട്രസ്പാസ് ചെയ്യാണ്ട് തന്നെ സാധനം തിരിച്ചു പിടിച്ച് നേരെ പോയി ഒന്നുകൂടെ പറത്തിയപ്പോ ദേ ഒരു പ്രശ്നമില്ലാതെ സാധനം സെറ്റ്. ഇവന്റെ ബ്ലാക്ക് ബോക്സ് ആയ മെമ്മറി കാർഡ് ഇട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഹോം പോയിന്റ് സെറ്റ് ചെയ്യാതെ ചുമ്മാ അങ്ങ് നീട്ടി പറപ്പിച്ചതിന്റെ ആയിരുന്നു സംഭവത്തിന്റെ കൺട്രോൾ പോയെന്ന്. അടുത്ത ആക്ടിവിറ്റി ടോസ് ഇട്ട പിള്ളേരെ പറ്റിച്ച് ബാഡ്മിന്റൺ റാക്കറ്റും കൊണ്ട് ക്രിക്കറ്റ് കളിച്ച് മാൻ ഓഫ് ദ മാച്ച് ആകണം എന്ന ആഗ്രഹവും സാധിച്ചെടുത്തു. എന്നിട്ട് ഇതേ അടുത്ത ഡ്രോണുമായി ഞങ്ങൾ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങി. പക്ഷെ ഇപ്രാവശ്യം സംഭവം സീനില്ലാണ്ട് തിരിച്ചിറക്കി കേട്ടോ. ഭാഗ്യം. സന്ധ്യാകം കാത്തിരുന്ന് ഞങ്ങൾ വീണ്ടും ചിയേഴ്സ് മുട്ടിച്ച് ഗ്രില്ലും അടിച്ച് നമ്മുടെ മിയാക്കുട്ടിയുടെ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്തപ്പോഴത്തേക്കും ആ ദിവസത്തിനൊരു ചില്ല് കംപ്ലീറ്റ്നെസ് കിട്ടിയെന്ന് വെച്ചിരുന്നപ്പോഴാണ് മമ്മിയുടെയും വിവിയുടെയും വക ഒരു ഗാനമേള തുടങ്ങിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, സ്കൂട്ട്. പിറ്റേന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റ് അടിച്ച് കുറെ ഫോട്ടോസും എടുത്ത് ഗുഡ് ബൈ പറഞ്ഞ് നമ്മുടെ സീൻ ഹോളിഡേ സ്പോട്ടായ ഡോട്ടി ഹൗസിനോട്. ബാക്കി വിശേഷങ്ങളായി ഇനി നമ്മുടെ അടുത്ത വീഡിയോ കാണാൻ താല്പര്യമുള്ളവര് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ശുഭദിനം.